In this video, we can discuss about the cholinergic system or cholinomimetics or parasympathomimetic system. Cholinergic system എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലോട്ട് മൂന്ന് കാര്യങ്ങൾ വരണം. First one is neurotransmitter is acetylcholine. Second one, acetylcholine will bind with the cholinergic receptors. Third one, by binding with the cholinergic receptor, they will produce the parasympathomimetic effect. That means it will produce an effect which will mimic the parasympathetic effect of autonomic nervous system. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലോട്ട് വരണം. Neurotransmitter is acetylcholine and the neurons which will synthesize, store and release the acetylcholine is known as cholinergic neurons, and this cholinergic acetylcholine will bind with the cholinergic receptors, and it will produce their effect, parasympathomimetic effect, and as soon as it produces the parasympathomimetic effects, the acetylcholine will be hydrolyzed by an enzyme cholinesterase into choline and acetate. Okay, so എന്തൊക്കെയാണ് പാരാസിമ്പതോമിമെറ്റിക് എഫക്റ്റ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് മെയിൻലി ഫോർ ദ റെസ്റ്റ് ആൻഡ് ഡൈജഷൻ, conservation of energy, etc., and it will produce an effect which will be somewhat para to our body, like pupil constriction, salivation, bradycardia, bronchospasm, bile. ഇതൊക്കെ ഓർത്ത് വെക്കാൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എപ്പോഴും ബോഡിയിലോട്ട് പാരയായിട്ടുള്ള ഒരു എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാരാസിമ്പതോമിമെറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മളെ ബോഡിയിൽ അസറ്റൈൽകൊളിൻ സിന്തസിസ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മളെ ബോഡിയിൽ അസറ്റൈൽ കോയെ എന്ന് പറയുന്നത് ക്രെബ് സൈക്കിളിൻ്റെ അവസാനമായിട്ട് നമുക്ക് കിട്ടുന്ന അസറ്റൈൽ കോയുമായിട്ട് കോളിൻ, ന്യൂറോ ട്രാൻസ്മിറ്റർ, ന്യൂറോണിൻ്റെ അകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുള്ള കോളിനുമായിട്ട് ബൈൻഡ് ചെയ്ത് അസറ്റൈൽ കോളിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യും ബൈ യൂസിങ് ആൻ കോളിൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ് എൻസൈം. And this acetylcholine will be transported into acetylcholine vesicle by using a transporter, vesicle associated transporter. So whenever the neurotransmitter come into the nerve ending, the calcium channel may get activated and it will stimulate the release of acetylcholine from the vesicle to neuronal junction. രണ്ട് ന്യൂറോണിൻ്റെ ഇടയിലുള്ള സ്പേസിലോട്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന്ന് വെസിക്കിളിന്ന് അസറ്റൈൽകൊളിൻ റിലീസ് ചെയ്യും. ഈ അസറ്റൈൽകൊളിൻ ഒന്നുമില്ലെങ്കിൽ കോളിനർജിക് റിസെപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യാം, അതല്ല ബൈൻഡ് ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ ഈ അസറ്റൈൽകൊളിനെ ഉടനടി കോളിനെസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈം അസറ്റേറ്റ് ആൻഡ് കോളിനായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഈ കോളിനെ വീണ്ടും ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് റീസൈക്കിൾ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇൻഹിബിഷൻ നടത്താം. ഫർദറായിട്ട് അസറ്റൈൽകൊളിൻ റിലീസ് ചെയ്യുന്ന എഫക്റ്റിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എഫക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. സോ ദിസ് ഈസ് ദ സിന്തസിസ് ഓഫ് അസറ്റൈൽകൊളിൻ. ദിസ് ഈസ് അനദർ പിക്ചർ വിച്ച് വിൽ ഷോ ദ acetylcholine will be transported by using sodium choline co-transporter, and it will bind with the acetyl CoA to produce acetylcholine, and this acetylcholine will stored in the acetylcholine vesicles, and this will be released whenever the neurotransmitter is come into the nerve endings. So it will either produce it will bind with the receptor, effector cell, nicotinic and muscarinic receptors, and or it may hydrolyzed by cholinesterase to acetate as well as choline, and this choline is again recycled for acetylcholine synthesis. Okay, now coming to the cholinergic receptors. അപ്പോൾ നമ്മളിനി അസറ്റൈൽകോളിൻ ഇപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോളിനർജിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പാരാസിമ്പത്തറ്റിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റം ആണെന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് കോളിനർജിക്കിൻ്റെ എഫക്റ്റ് എന്നുള്ളതാണ്, എഫക്റ്റ് എവിടെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എഫക്റ്റർ സെല്ലിൻ്റെ മുകളിലുള്ള കോളിനർജിക് റിസെപ്റ്ററിൽ ബൈൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ് കോളിനർജിക് റിസെപ്റ്റേഴ്സ് എന്ന് നോക്കാം.
Cholinergic receptor is mainly classified into nicotinic and muscarinic receptor. N and M receptor എന്ന് പറഞ്ഞിട്ടാണ് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. And it is nicotinic is again classified to N1 or NM, which is seen in the neuromuscular junction, and N2 and NN or N2, which is found in the autonomic ganglia or central nervous system or adrenal medulla. And in case of muscarinic receptor, which is again divided into M1, M2, M3, M4 and M5, and M1, M2, M3 is most preferable or common ആയിട്ട് കാണുന്നത് ഈ മൂന്നെണ്ണമാണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ കൂടുതലായിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. സ്ട്രേറ്റം കോർട്ടക്സ്, ഹിപ്പോകാമ്പസ്, then forebrain, thalamus, heart, pupil, spinal cord, exocrine, brain, hypothalamus, pupil, exocrine, peripheral arteries. These are the different sites which are this receptor are seen. ഈ റിസപ്റ്റർ കാണുന്ന ഡിഫറെൻറ്റ് സൈറ്റുകളൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള സൈറ്റ് എന്ന് പറയും. നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മസ്കാർണിക് റിസപ്റ്റർ. അപ്പോൾ നമ്മൾ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുന്ന സമയത്ത് കോളിനർജിക് റിസപ്റ്ററുകൾ ആക്ട് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ മസ്കാർണിക് റിസപ്റ്ററിൽ ആക്ട് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിക്കോട്ടിനിക് റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്നതായിരിക്കാം. ഇനി മസ്കാർണിക് റിസപ്റ്റർ എവിടെയൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത് എന്നുള്ളതാണ്. ഹാർട്ട്, സ്മൂത്ത് മസിൽ ആൻഡ് എക്സോക്രൈൻ ഗ്ലാൻഡിലാണ് കാണുന്നത്. ഇനി ഈ മസ്കാർണിക് റിസപ്റ്റർ എന്ത് ടൈപ്പ് റിസപ്റ്റർ ആണെന്നുള്ളത് അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. അത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മെക്കാനിസമാണ്. നമ്മൾ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. നമുക്ക് നമ്മളെ BSc നഴ്സിംഗ് ഫാർമക്കോളജി എന്നുള്ള രീതിയിൽ എന്താണ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് കോളിനർജിക് ഡ്രഗ്സ് വിൽ ആക്ട് ഓൺ മസ്കാർണിക് റിസപ്റ്റർ ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് its effect by binding with the muscarinic receptor, which is an G protein coupled receptor എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. Now ഈ ഒരു മസ്കാർണിക് റിസപ്റ്ററിന്റെ അഗണിസ്റ്റ് എന്ന് പറയുന്നത്, അഗണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റൈൽ കോളിന്റെ അതേപോലെയുള്ള ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് അഗണിസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മസ്കാർണിൻ. ആൻഡ് the receptor action will be blocked by antagonist like atropine. Now coming to nicotinic receptor, which are seen in neuromuscular junction and autonomic ganglia. This is a ligand-gated ion channels which will bind with the alpha subunit of this ligand-gated ion channel. Sodium channel opening will be there, and here also agonist is nicotine and antagonist is tubocurarine and hexamethionine. Agonist എന്താണ്, antagonist എന്താണെന്നെല്ലാം നമ്മൾ ജനറൽ ഫാർമക്കോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. Now M1 receptor, where we can find the M1 receptor. The locations are central neurons and the main function is memory and learning, and also it is found in the parietal cell and of the gastric gland, and thereby it will produce the HCl secretion increases and histamine release increases. അപ്പോൾ ഈ M1 റിസപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള സൈറ്റ് എന്ന് പറയുന്നത് ഗാംഗ്ലിയോണിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ന്യൂറോൺസ് സീരീസ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ. ഈ സീരീസ് ആയിട്ടുള്ള ന്യൂറോൺസുകൾ ക്ലബ് ചെയ്തിട്ട് ഒരു നെറ്റ്വർക്ക് പോലെ നിൽക്കുന്ന നെർവസ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഗാംഗ്ലിയോണിക് സെൽ എന്ന് പറയാം, ക്ലസ്റ്റർ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ അവിടെയാണ് സാധാരണ M1 റിസപ്റ്റർ കാണാറുള്ളത്. രണ്ടാമതായിട്ട് ഗ്യാസ്ട്രിക് ഗ്ലാൻഡിലാണ് കാണുന്നത്. HCl സെക്രീഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി M1 റിസപ്റ്റർ ആണ് ഇതിൻ്റെ ബൈൻഡിങ് സൈറ്റ്. ഇനി അതിലെ കുറച്ചും കൂടി നമ്മൾ പറഞ്ഞു കുറേ ന്യൂറോമസ്കുലർ അല്ലെങ്കിൽ കൺഫോർമേഷണൽ ചേഞ്ചസുകളൊക്കെയാണ് റിസപ്റ്ററിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് കൺഫോർമേഷണൽ ചേഞ്ച് എന്നുള്ളതാണ്. ഈ M1 റിസപ്റ്റർ എന്ന് പറയുന്നത് ഒരു G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ തന്നെയാണ്. ഇത് GQ എന്ന് പറയുന്ന സബ് ടൈപ്പിലുള്ള ഒരു റിസപ്റ്റർ ആണ്. ആൻഡ് ഇറ്റ് വിൽ ആക്ട് ബൈ ആൻഡ് മെക്കാനിസം ഓഫ് IP3DAG, ഇനോസിറ്റോൾ ഫോസ്ഫേറ്റ് 3 ആൻഡ് ഡയസൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്ററി സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്ത് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ഇൻട്രാസെല്ലുലാർ കാൽസ്യം ഇൻക്രീസ്, ആൻഡ് ദെയർ വിൽ കാൽസ്യം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് കൺട്രാക്ഷൻ ആൻഡ് സെക്രീഷൻ ആൻഡ് ന്യൂറോ ട്രാൻസ്മിഷൻ. ഇങ്ങനത്തെ എഫക്റ്റുകളൊക്കെ ആയിരിക്കും എഫക്ടർ സെല്ലിൽ ഉണ്ടാവുക. ഓക്കെ. ആൻഡ് ദ specific agonist for M1 receptor is oxotremolin and antagonist is pyrancepine and talensapine. Okay. Now coming to M2 receptor, this is also an G protein coupled receptor in the group of GI. GI എന്ന് പറയുന്ന G protein coupled receptor ഉള്ളതാണ്. That will leads to opening of calcium channel and which will lead to hyperpolarization and which will lead to reduction of artery. So
These are seen in heart, and in heart it will produce M2 receptor. When it gets activated, it will produce decrease in heart rate, that is known as bradycardia. Bradycardia എന്ന് പറയുന്ന ടേം നല്ലോണം ശ്രദ്ധിക്കുക. ഡിക്രീസിങ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നതിന് പറയുന്ന ടേമാണ് ബ്രാഡിക്കാർഡിയ എന്ന് പറയുന്നത്. ദെൻ സ്മൂത്ത് മസിൽ ലൈക്ക് ഗ്യാസ്ട്രോഇൻറ്റസ്റ്റിനൽ ട്രാക്ട്, യൂറിനറി ട്രാക്ട്, റെസ്പിറേറ്ററി ട്രാക്റ്റിലൊക്കെ കൺട്രാക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടായിരിക്കുക? കൺട്രാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പെരിസ്റ്റാൽസിസ് കൂടാം, ബ്രോങ്കോസ്പാസം ഉണ്ടാവും, യൂറിനറി കൺട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ മിച്ചുറേഷൻ ഉണ്ടാവും. ഇങ്ങനത്തെ എഫക്ട്സുകളൊക്കെ ആയിരിക്കും അതുണ്ടാവുക. ഇതെല്ലാം ഉണ്ടാകുന്ന എന്ത് എഫക്റ്റാണ്? പാരാസിമ്പതറ്റിക് എഫക്റ്റുകളാണ്. ഓക്കെ. അഗണിസ്റ്റ് മെത്താക്കോളിൻ, അൻറ്റഗോണിസ്റ്റ് മെത്താട്രക്ടമിൻ ആൻഡ് ട്രൈട്രാപ്ടമിൻ. Now coming to M3 receptor, this is also a G protein coupled receptor in GQ type of G protein coupled receptor. Same mechanism of action as that of M1 IP3DAG, which will lead to increasing intracellular calcium and lead to contraction of smooth muscle, secretion of glands and neurotransmission from the nerve endings. So these are seen in the smooth muscle like gastrointestinal tract, respiratory tract and urinary tract, and there it will produce the contraction. So it may produce effect like asthma, diarrhea, etc. Glandular secretion, it may leads to sweating, saliva. നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ഗ്ലാൻഡുകൾ ഉണ്ടോ അവിടെയൊക്കെയുള്ള കോളിനർജിക് റിസപ്റ്റർ ആണ് M3 റിസപ്റ്റർ എന്ന് പറയുന്നത്. സോ അവിടെയൊക്കെ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. So it will produce sweating and salivation. Then blood vessel, it will release nitric oxide and it will produce vasodilation. Vasodilation ഉണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക? Decrease BP or hypotension. Now it will produce constriction. Parasympathetic effect ആണെന്ന് പറഞ്ഞു. Parasympathetic pupilലുള്ള ഐലുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് constriction of pupil ആയിരുന്നു. So effect will be miotic action. Agonist is bethanacol and antagonist is darifenacin. So this is an overall characteristics of muscarinic receptor M1, M2 as we mentioned here. Now coming to nicotinic receptor, this is a ligand gated ion channel. By acting the acetylcholine on nicotinic receptor, it will produce a conformational change and it will lead to sodium ion flow into the cell. So this nicotinic receptor is again classified into NM, which is seen in the skeletal muscle, and NN, which is seen in the ganglionic cell. And agonist for the NM receptor is nicotine, and antagonist is tubocurarine, and antagonist for NN is hexamethonium and trimethophan. So that is all about the cholinergic system. In next video we will discuss about the cholinergic drugs, the drugs which will act on the cholinergic system. So ഇപ്പോൾ നമ്മൾ പറഞ്ഞത് cholinergic system എന്താണ് എന്നുള്ളതാണ്. എവിടെയൊക്കെയാണ് cholinergic receptor കാണുന്നത്, എന്തൊക്കെയാണ് cholinergic receptorൽ അസറ്റൈൽ കോളിൻ, അത് നോർമൽ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ആ നോർമൽ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എഫക്ട്സുകൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഈ റിസപ്റ്റേഴ്സുകൾ ഉള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോ വി വിൽ ഡിസ്കസ് അബൌട്ട് the drugs which will act on cholinergic receptors or the agonist of cholinergic receptors. So hope it is clear. Thank you for watching this video.